വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരാളാണ് സിൻഡ്രല്ല. സിൻഡ്രല്ലയുടെ സ്റ്റോറി നമ്മൾ സിൻഡ്രല്ല ആനിമേറ്റഡ് മൂവിയിലൂടെയും അതുപോലെ തന്നെ ബാലരമയ്ക്കകത്ത് വന്നിട്ടുള്ള ചില കഥകളിലൂടെയൊക്കെ വായിച്ചും കണ്ടുമൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറിയെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിക്ക് കണ്ടാൽ എങ്ങനെ ഇരിക്കും? അതായത് ഒരു ബോഡി ഹൊറർ മോഡിൽ സിൻഡ്രല്ലയുടെ സ്റ്റോറിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഒരു രീതിക്ക് റീസെൻ്റ് ആയിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ദ അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ. ദ അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ എന്ന് പറയുന്ന സിനിമ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സിൻഡ്രല്ല എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറിയെ കുറച്ചും കൂടെ റോ ആൻഡ് വയലൻ്റ് ആക്കിയാണ്. അതായത് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ചില മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണുമ്പോൾ അയ്യോ ഇതെങ്ങനെയാണ് എടുത്തു വെച്ചേക്കുന്നതെന്ന് തോന്നും. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇത് സിൻഡ്രല്ലയുടെ POV അല്ല പോകുന്നത്, അല്ലെങ്കിൽ സിൻഡ്രല്ല എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടല്ല പോകുന്നത്. പകരം സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള എൽവീരിയ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ POV ഈ ഒരു എൻറ്റയർ സിനിമ പോകുന്നത്. ആ ഒരു ക്യാരക്ടർ തൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നു, എന്തൊക്കെ റോ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്. അതിനിടയ്ക്ക് ഈ ഒരു സിൻഡ്രല്ലയുടെ ക്യാരക്ടർ, ആക്ച്വലി ഇതിനകത്ത് സിൻഡ്രല്ലയുടെ ക്യാരക്ടറിനെ സിൻഡ്രല്ല എന്നല്ല വിളിക്കുന്നത്, പകരം ആഗ്നസ് എന്നാണ് വിളിക്കുന്നത്. സോ ഈ ആഗ്നസ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ എങ്ങനെയാണ് ഈ എൽവീരിയ എന്ന് പറയുന്ന ക്യാരക്ടർ ഫേസ് ചെയ്യുന്നത്, ഇവർക്കിടയിലെ കോൺഫ്ലിക്ട്സ് എന്തൊക്കെയാണ്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ പോകുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൽവീരിയയുടെ അമ്മ റെബേക്ക ഒരു പുതിയ കല്യാണം കഴിക്കുകയാണ്. ഈ കല്യാണം കഴിച്ചതിന് ശേഷം ഇവർ പുതിയൊരു വീട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ പുതിയ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെയാണ് നമ്മുടെ എൽവീരിയയുടെ പുതിയ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള ആഗ്നസ് ഉള്ളത്. ഇവർ ചെന്ന അന്ന് രാത്രി തന്നെ ഈ ഒരു റെബേക്കയുടെ പുതിയ ഭർത്താവ് അങ്ങ് മരിച്ചു പോവുകയാണ്. ശേഷം ഈ ഒരു വീട്ടിൽ നമ്മുടെ എൽവീരിയയുടെ സിസ്റ്റർ ആയിട്ടുള്ള ആൽമ, അതുപോലെ തന്നെ ഇവരുടെ അമ്മയായിട്ടുള്ള റെബേക്ക, എൽവീരിയയുടെ പുതിയ സ്റ്റെപ്പ് സിസ്റ്റർ ആയിട്ടുള്ള ആഗ്നസ്, ഇത്രയും പേരാണുള്ളത്. പിന്നെ ആ വീട്ടിലെ കുറേ ജോലിക്കാർ. അപ്പം ഈ ഒരു എൽവീരിയ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണാൻ അത്ര രസമൊന്നുമില്ല. കുറച്ച് ചന്തക്കുറവൊക്കെ ഉള്ള, പല്ലൊക്കെ ഇങ്ങനെ കയറിയിരുന്ന്, അതുപോലെ തന്നെ കാണാനും കുറച്ച് രസക്കുറവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ എൽവീരിയയുടെ അമ്മ ഈ ഒരു ക്യാരക്ടറിനെ ഭയങ്കര സുന്ദരിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം ആ നാട്ടിലെ പ്രിൻസ് ആയിട്ടുള്ള ജൂലിയൻ രാജകുമാരൻ ഒരു പുതിയ പ്രസ്താവന ഇറക്കുവാണ്. ഞാൻ ഒരാളെ ഉടനെ തന്നെ കല്യാണം കഴിക്കും, അതിനുവേണ്ടി ഞാനൊരു ബോൾ വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വരുന്ന ഏറ്റവും നല്ല സുന്ദരിയായിട്ടുള്ള ഒരാളെ ആയിരിക്കും ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സെലക്ട് ചെയ്യുന്നതെന്നുള്ളൊരു വാർത്ത വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാർത്ത കേട്ടതിന് ശേഷമാണ് നമ്മുടെ റെബേക്ക എന്ന് പറയുന്ന ക്യാരക്ടർ തൻ്റെ മകളായിട്ടുള്ള എൽവീരിയെ ഭയങ്കര സുന്ദരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എൽവീരിയയ്ക്കും ചെറുപ്പം മുതൽക്കേ തന്നെ ഈ ഒരു രാജകുമാരനെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇവർക്ക് ഇടയിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗ്നസ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഭയങ്കര ചന്തമാണ്. അതായത് ആ ഒരു ക്യാരക്ടറിനെ കാണാൻ ഭയങ്കര ബ്യൂട്ടിയാണ്. അപ്പം ഈ ഒരു ആഗ്നസ് തൻ്റെ ഡ്രീംസിലേക്ക് എത്താൻ വലിയൊരു പ്രശ്നമാകുമോ എന്ന് എൽവീരിക്ക് ഒരു സംശയം വരികയും പിന്നീട് ഈ ഒരു ക്യാരക്ടർ ഈ ആഗ്നസിനെ കഴിഞ്ഞും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറാൻ വേണ്ടി ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബോഡി ഹൊററിലൂടെയാണ് പോകുന്നത്. നമ്മുടെ സബ്സ്റ്റൻസ് പോലെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സീക്വൻസസ്, അതായത് ക്ലൈമാക്സിൽ എത്രയും ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള സീക്വൻസസ് ഇല്ല. പക്ഷേ വയലൻസ് ഇല്ല എന്നല്ല, നല്ല വയലൻ്റ് ആയിട്ടുള്ള, നമുക്ക് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മു എന്ന് നമുക്ക് തോന്നിപ്പോകത്തക്ക രീതിക്കുള്ള സീക്വൻസസ് ഉണ്ട്. ഈ ഒരു ബോഡി ഹൊറർ മൂവീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ലാഷർ ഫിലിംസ് പോലെ അല്ല ഈ ബോഡി ഹൊറർ മൂവീസിൻ്റെ ഒരു പരിപാടി. കാരണം നമ്മൾ എത്ര കട്ടിയുള്ള മനസ്സുള്ള ആളാണ്, അല്ലെങ്കിൽ നമുക്ക് എത്ര വലിയ വയലൻസ് കാണാം എന്ന് പറഞ്ഞാൽ പോലും ബോഡി ഹൊറർ മൂവീസിലേക്ക് വരുമ്പോഴത്തേനും കാര്യങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആണ്. നമുക്ക് ചില സീക്വൻസസ് ഒക്കെ കാണാൻ ഭയങ്കര പാടായിരിക്കും. ഇതിനകത്തൊരു ചില സീനൊക്കെ ഉണ്ട്, അതായത് ഒരു കണ്ണിക്കൂടെ തുന്നി കൊണ്ടുപോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അതൊക്കെ ഭയങ്കര സൂക്ഷ്മമായിട്ട്, അതായത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ പോലും, ഒരു ചെറിയ സൂചി കുത്തുന്ന കാര്യത്തിനെ പോലും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുമ്പോൾ നമുക്കത് കാണാനൊരു ബുദ്ധിമുട്ട് തോന്നുമല്ലോ. അങ്ങനെ ഒരു രീതിക്കാണ് ആക്ച്വലി ഈ ഒരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, അതായത് ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ട്, സ്റ്റോറി ലൈൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ബോഡി ഹൊറർ കാണിച്ചുകൊണ്ട് മാത്രം പോകുന്നൊരു ഐറ്റമല്ല. പകരം ഇതൊരു നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. നമ്മൾ ആ മൊത്തത്തിൽ കണ്ടുവരുന്ന സിൻഡ്രല്ല എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ അല്ലെങ്കിൽ ആ ഒരു ആനിമേറ്റഡ് മൂവിയുടെ ഒക്കെ പോലെ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എൽവീരിയ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ POV പോകുന്നത്. അപ്പം ആ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ചില സമയത്ത് നമുക്ക് ആ ക്യാരക്ടറിനോടൊരു സിമ്പതി തോന്നും, അല്ലെങ്കിൽ എമ്പതി തോന്നും. ഇതേ സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആഗ്നസ് എന്ന് പറയുന്ന ക്യാരക്ടറിനോടൊരു എമ്പതി തോന്നും. അപ്പം ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ POV നിന്ന് ചിന്തിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര കണക്റ്റ് ആക്കിക്കൊണ്ടാണ് സിനിമ നീങ്ങുന്നത്. ഇതിൻ്റെ സ്റ്റോറി ലൈനും ഭയങ്കര ഗംഭീരമാണ്. ക്ലൈമാക്സ് പോയിന്റ് ഒക്കെ എത്തുമ്പോഴത്തേനും കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മുടെ ഈ ഒരു പുവർ തിങ്സ് എന്ന് പറയുന്ന സിനിമയൊക്കെ എടുത്ത് വെച്ചിട്ടില്ല, ആ ഒരു രീതിക്കാണ് ആക്ച്വലി ഈ ഒരു സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഈ ഒരു സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് മൊത്തത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ്, അതായത് ഇപ്പോൾ ഒരു വീടിനകത്താണെങ്കിൽ പോലും ആ വീടിനകത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിങ്, ഇപ്പം എല്ലാവരും ഡാൻസ് ചെയ്യുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അവിടുത്തെ ഡീറ്റെയിലിങ്, ഇവരുടെ ഡ്രസ്സിലുള്ള ഡീറ്റെയിലിങ്, ക്യാരക്ടേഴ്സിൻ്റെ മേക്കപ്പിലെ ഡീറ്റെയിലിങ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര കിടിലനായിട്ടുള്ളൊരു ഇതുണ്ട്. സിനിമാറ്റോഗ്രഫി ഭയങ്കര ഗംഭീരമാണ്. ഇതിൻ്റെ കളർ ഗ്രേഡിങ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു മോഡ് അല്ലെങ്കിൽ ഈ
ഒരു സിനിമ പോകുന്ന പോക്കെന്ന് പറയുന്നത് നമ്മൾ ആസ് യൂഷ്വലി കണ്ടുവരുന്ന ഒരു രീതിക്കല്ല, കുറച്ച് ഡിഫറൻ്റ് ആണ്. അതാണ് ഞാൻ ആ പുവർ തിങ്സ് എടുത്ത് വെച്ചേക്കുന്ന ഒരു രീതിക്കാണ് ഒരു സിനിമ എടുത്ത് വെച്ചേക്കുന്നത് പറഞ്ഞത്. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ബോഡി ഹൊറർ കാറ്റഗറിയോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊന്ന് തലവെച്ച് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ സിൻഡ്രല്ല എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്ഡിലുള്ള സ്റ്റോറി, ഇതൊരു പക്ക 18+ മൂവിയും കൂടെയാണ്. അപ്പം അതും കൂടി ഒന്ന് മൈൻഡ് വെച്ചേക്കുക. അതായത് ഡിസ്നിയുടെ സിൻഡ്രല്ല ഇൻസ്പയർ ചെയ്തൊരു സിനിമ ചെയ്യുമ്പോഴത്തേനും അത് അത്രയ്ക്ക് എങ്ങോട്ട് വയലൻറ്റോ അല്ലെങ്കിൽ അതിനകത്ത് സെക്ഷൽ സീക്വൻസസോ ഒന്നും ഇല്ലാന്ന് കരുതരുത്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് റോ ആയിട്ടുള്ള സീൻസ് വരുന്നുണ്ട്. സോ അതും കൂടെ ഒന്ന് മൈൻഡ് വെച്ചേക്കുക. ആൻഡ് ഇങ്ങനത്തെ സിനിമകളോട്, അതായത് വെറൈറ്റി ആയിട്ടുള്ള സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിനിമയുടെ പേരും മറക്കണ്ട, ദ അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ.